ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഡൊമിനിക്കിന്റെ പ്രാർത്ഥനാ ജീവിതത്തെയും ദൈവവുമായുള്ള ആഴമായ ബന്ധത്തെയും വ്യക്തമാക്കുന്ന പ്രശസ്തമായ ക്രിസ്തീയ രേഖയാണ് വിശുദ്ധ ഡൊമിനിക്കിന്റെ 9 പ്രാർത്ഥനാ രീതികൾ. തൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാവങ്ങളും ആംഗ്യങ്ങളും പ്രാർത്ഥനയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നു. വിശുദ്ധ ഡൊമിനിക്കിന്റെ 9 പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. 1. കുമ്പിട്ട് നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥന. അൾത്താരയ്ക്ക് മുന്നിലോ കുരിശിനു മുന്നിലോ വിനയത്തോടെ തലകുനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന രീതി. ദൈവത്തിൻ്റെ പരമാധികാരവും മഹത്വവും തിരിച്ചറിഞ്ഞ് സ്വന്തം ചെറുപ്പത്തെ പ്രഖ്യാപിക്കുന്ന എളിമയുടെ ഭാവമാണിത്. 2. സാഷ്ടാംഗ പ്രണാമം. നിലത്ത് പൂർണ്ണമായി കിടന്നുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥനയാണിത്. സ്വന്തം പാപങ്ങളെ ഓർത്ത് അനുദപിക്കുന്നതിനും ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്നതിനുമാണ് വിശുദ്ധൻ ഈ രീതി ഉപയോഗിച്ചിരുന്നത്. 3. സ്വയം ശിക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനും ലോകത്തിലെ പാപികൾക്ക് മാനസാന്തരം ലഭിക്കുന്നതിനുമായി ചെറിയ ശാരീരിക ഉപവാസങ്ങളും ശിക്ഷകളും സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതിയാണിത്. 4. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. പലതവണ മുട്ടുകുത്തി എഴുന്നേറ്റുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന രീതി. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഭാവമാണിത്. 5. കൈകൾ ഉയർത്തിയുള്ള പ്രാർത്ഥന. നേരെ നിവർന്നു നിന്ന് കൈകൾ നെഞ്ചിനു മുന്നിൽ തുറന്നു പിടിച്ച് ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭാവം. ദൈവവചനം ധ്യാനിക്കാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാനും ഈ രീതി ഉപയോഗിച്ചു. 6. കുരിശാകൃതിയിലുള്ള നിൽപ്പ്. യേശു കുരിശിൽ കിടക്കുന്ന രൂപത്തിൽ 2 കൈകളും ഇരുവശങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതി. ലോകം മുഴുവന് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കാൻ ഈ രീതി അദ്ദേഹം ഉപയോഗിച്ചു. 7. ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിയുള്ള അപേക്ഷ. 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി ദൈവത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥനാ രീതി. ദൈവിക വെളിപാടുകൾക്കും ആത്മാവിൻ്റെ അനുഗ്രഹത്തിനുമായി കാത്തിരിക്കുന്ന ഭാവമാണിത്. 8. വായനയും ധ്യാനവും. വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വചനം മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുക. വായിച്ച കാര്യങ്ങൾ ദൈവത്തോട് സംഭാഷണ രൂപത്തിൽ പങ്കുവയ്ക്കുന്ന രീതിയാണിത്. 9. യാത്രയിലെ പ്രാർത്ഥന. യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ സ്തുതിച്ചും വചനം പങ്കുവെച്ചും പ്രാർത്ഥിക്കുന്ന രീതി. ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ദൈവത്തിലേക്ക് ഉയരുന്ന അനുഭവമായിരുന്നു വിശുദ്ധ ഡൊമിനിക്കിന് പ്രാർത്ഥന. നമുക്കും ഇതുപോലെ പ്രാർത്ഥിച്ച് വിശുദ്ധരാകാം. സ്തുതിയായിരിക്കട്ടെ.